ശരിക്കും ട്രോമ തന്നിട്ടുള്ള ഈ ഫേസ്ബുക്ക് കമന്റ് ബോക്സുകളോ ഇൻസ്റ്റാഗ്രാം കമന്റ് ബോക്സുകളോ ഉണ്ടോ? എനിക്കുണ്ട്. ട്രോമ എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഈ ബിഗ് ബോസിന്റെ സമയം തൊട്ട് ഈ ഒരു സാധനം ഫേസ് ചെയ്യുന്ന ആളാണ്. ആ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജിൽ ഫേസ് ചെയ്തിട്ടുള്ള ഉം, ആളാണ്. ഉം, അപ്പൊ എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ 75 ദിവസം ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാ. ഉം, ശരിയാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും ആൻഡ് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. അതെ അതെ. അത് ആ ഗെയിം എന്നല്ല, നമ്മൾ മനുഷ്യരല്ലേ, എല്ലാവരെയും ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാരല്ലേ ഇതിനകത്ത് അതെ ഇടുള്ളൂ. അതെ അതെ. അതിന്റെ ഉദ്ദേശം തന്നെ ഇവർ തെറ്റിപ്പിരിയണം എന്നാണല്ലോ. അപ്പം അതിൻ്റെതായ ചില നമ്മൾ യോജിക്കാത്ത സാഹചര്യങ്ങൾ ഡിഫറൻസ് ഓഫ് ഇതൊക്കെ ഒപ്പീനിയൻ. വരും, ഇതൊക്കെ വരും. പക്ഷെ ഈ പറയുന്ന പോലെ അതും വെച്ചുകൊണ്ടല്ല നമ്മള് അതിനകത്ത് ജീവിക്കുന്നത്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ബിക്കോസ് നമുക്കറിയാം അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോഴും അയ്യോ ഇവരെ തന്നെയാണല്ലോ കാണേണ്ടത്, ഇനിയും കിടക്കുന്ന ദിവസം. ആ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സോ മാക്സിമം നമ്മളെല്ലാം സോർട്ട് ചെയ്തേ പോയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടൊക്കെ അതിനകത്ത് താമസിച്ചു. പക്ഷെ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സാഹചര്യം ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇപ്പൊ എന്നെ പറയുന്നു, എൻ്റെ അച്ഛനെ പറയുന്നു, അമ്മയെ പറയുന്നു, കൊച്ചിനെ പറയുന്നു. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സിനാരിയോയിലായിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് വെൻ ഇറ്റ് കംസ് ടു സൈബർ ബുള്ളിങ്. സോ അത് ആ സമയം തൊട്ടേ ഞാൻ ഇത് ഫേസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇന്ന് എനിക്കത് ആക്ച്വലി ഒരു പുത്തിരിയായിട്ട് തോന്നുന്നില്ല. ഇന്ന് എന്നെ അത് ബാധിക്കുന്നില്ല. ഞാൻ ഭയങ്കര യൂസ്ഡ് ആയിപ്പോയി. ഭയങ്കര വെച്ചാൽ വളരെ യൂസ്ഡ് ആയിപ്പോയി. ഇന്ന് ഞാൻ അതിനെ ഭയങ്കര എന്താ പറയാ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. കാരണം നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് ഇപ്പൊ റിയാക്ട് ചെയ്താലും തിരിച്ച് നമ്മളിപ്പോ അവരൊന്ന് പറഞ്ഞു, നമ്മൾ തിരിച്ച് 2 പറഞ്ഞാൽ അവര് 10 തിരിച്ചു തരും. അപ്പൊ അതിനേക്കാളും നല്ലത് മാക്സിമം ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഞാൻ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. തിരിച്ച് അവരും ഇങ്ങോട്ട് സർക്കാസ്റ്റിക് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളത് ഒരു ശീലമായി. എങ്ങനെ ഡോട്ടർ ആര്യനെ കാണുന്നത്? ഓ അതിപ്പോ ശരിക്കും പറഞ്ഞാൽ അവളോട് ചോദിക്കേണ്ടി വരും. പക്ഷെ ഐ തിങ്ക് ഒരു അമ്മ ഫിഗർ എന്നുള്ളതിനേക്കാളും മോർ ലൈക്ക് എ ഗുഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് എന്നെ കാണുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, ഹൈറ്റ് വൈസ് ഞങ്ങൾ രണ്ടുപേരും ഫിസിക്കലി ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര, അതായത് അവൾക്ക് എൻ്റെ പൊക്കമുണ്ട്, നല്ല ഹൈറ്റ് ഉള്ള കുട്ടിയാണ്. അപ്പം ഇപ്പൊ സ്കൂളിൽ ഞാൻ വിളിക്കാനൊക്കെ പോകുമ്പോ എന്റെ തോള് കൈയിട്ടൊക്കെയാണ് നടക്കണത്. അല്ലാണ്ട് ഒരു കൈ പിടിച്ച് നടക്കുക അങ്ങനെയൊന്നുമില്ല. തോളി കൈയിട്ട് ലാവിഷായിട്ട് ഇന്നിങ്ങനെയൊക്കെയാണ് കേട്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചില്ലാണ് ആള്. പിന്നെ ഇപ്പൊ ആളുടെ ഒരു ടീനേജ് ഒരു ഇതിലേക്ക് കടക്കുന്നതിൻ്റെതായ ചില പൊട്ടലും ചീറ്റലും എന്നല്ല, നമുക്കും അറിയാം നമ്മൾ ആ ഒരു ഫേസ് കഴിഞ്ഞാണല്ലോ വന്നത്. അപ്പൊ ഇപ്പൊ പുള്ളിക്കാരിക്ക് ഫ്രണ്ട്സ്, ആ ഒരു ഗ്യാങ്, സ്കൂളിലെ വേണ്ടപ്പെട്ട ആളാണ്, നോട്ടപ്പുള്ളിയാണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. അപ്പം അധിക സംസാരമൊന്നും നമ്മൾ വീട്ടുകാരായിട്ടൊന്നും ഇല്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പോയി വിശേഷമൊക്കെ ചോദിക്കണം. ഇന്ന് സ്കൂളിൽ എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ചോദിക്കുമ്പം എന്തെങ്കിലും വീണ് കിട്ടിയാലായി. അങ്ങനെയാണ്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. കുറച്ചും കൂടെ കുഞ്ഞായിരുന്നപ്പോ എല്ലാം വന്ന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ വെച്ചാല് ഫ്രണ്ട്സിനോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്. പക്ഷെ എന്നാലും ഇപ്പൊ എന്നെയൊക്കെ ഭയങ്കര പേടിയൊന്നുമില്ല. അതിപ്പോ നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല. അങ്ങനെ അയ്യോ അമ്മ എനിക്ക് പേടിയാണ് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ആള് ഭയങ്കര കൂളാണ്. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് സംസാരിക്കാൻ കുറച്ച് മടിയുള്ള ആളാണ്. പൊതുവെ അങ്ങനെയാണ്, കുറച്ച് റിസർവ്ഡ് ക്യാരക്ടറാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ വിഷമമൊക്കെ ഉണ്ടായാൽ പോലും നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കി ചോദിച്ചില്ലെങ്കിൽ പറയില്ല, മിണ്ടില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. പക്ഷെ അവളുടെ ഫേസ് കണ്ടാൽ എനിക്ക് മനസ്സിലാവും എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത്. പിന്നെ അത് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ എടുത്ത് പിന്നെ സമാധാനിപ്പിച്ചൊക്കെ വരുന്ന ഒരു സമയം, അങ്ങനത്തെ ഒരു അതാണിപ്പം ഇപ്പോഴത്തെ ഒരു ഏജിന്റെയും കൂടി ആയിരിക്കും അത്. പക്ഷെ ഷീസ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഭയങ്കര, അത് ചെറിയ പ്രായം തൊട്ടേ അങ്ങനെയാണ്. വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എല്ലാ സിറ്റുവേഷൻസും മനസ്സിലാക്കി വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അവൾക്കറിയാം അമ്മ അച്ഛൻ, അവർ ഡിവോഴ്സ്ഡ് ആണ്. പക്ഷെ അമ്മ ഉണ്ട്, അച്ഛനും ഉണ്ട്, ലൈഫിൽ രണ്ടുപേരും ഉണ്ട്. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവർ രണ്ടുപേരും ഒന്നിച്ച് ദേ വിൽ ബി ദെയർ ഫോർ മീ. ഇതൊക്കെ മനസ്സിലാക്കി വളർന്നു വരുന്ന ഒരു കുട്ടിയാണ്. ബട്ട് മാം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്താണ്, പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്.
ഇത് കുട്ടീനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇതുവരെയും ഇപ്പൊ ഞങ്ങളുടെ ഒരു സെപ്പറേഷൻ ആയാലും അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് പോകുന്നത്, ഇതൊന്നും ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം തനിയെ മനസ്സിലാക്കി വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അവള് നോക്കുമ്പം എന്താണ്, ഇപ്പം അമ്മ ഉണ്ട്, അമ്മയുടെ സ്പേസിൽ വളരെ ഹാപ്പിയാണ്, എനിക്ക് അമ്മയുണ്ട്, എനിക്ക് വേണ്ടപ്പോഴൊക്കെ അമ്മ is with me. അതുപോലെ അച്ഛയുടെ സ്പേസിൽ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് വേണ്ടപ്പോഴൊക്കെ അച്ഛൻ ഉണ്ട്, അതും ഓക്കെയാണ്. അവരെന്നും ഫോണിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്, അവരെന്നും വീഡിയോ കോളിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം അദ്ദേഹത്തിന് ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്, ഹീസ് മാരിഡ്, അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ട്. അപ്പൊ ഇപ്പൊ അവനുമായിട്ടാണ് വീഡിയോ കോളില്, ബ്രദർ ആണല്ലോ, ബേബി ബ്രദർ ആണല്ലോ, അപ്പൊ അവനുമായിട്ട് എപ്പോഴും അവന്റെ ഫോട്ടോസ് അങ്ങോട്ട് ഷെയർ ചെയ്യുക, വീഡിയോസ് അയക്കുക, അവനുമായിട്ട് വീഡിയോ കോളിൽ, കുഞ്ഞ് ബേബിയാണ്, 1 വയസ്സ് പോലും ആയിട്ടില്ല, വീഡിയോ കോളിൽ സംസാരിക്കുക. സോ ദാറ്റ്സ് എ ഡിഫറെന്റ് വേൾഡ് ഫോർ അസ്. ഇത് ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇത് നിങ്ങളുടെ തോട്ട് പ്രോസസ് ആയിരുന്നു ദാറ്റ് ഇപ്പം സാധാരണ ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്ന ആളുകളുടെ ഇടയിൽ ഈ പരസ്പര ബഹുമാനോ അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനം ഒന്നും അത്രത്തോളം ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല. ഇപ്പൊ നമ്മൾ തന്നെ അങ്ങനത്തെ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ കുട്ടികൾക്ക് പലപ്പോഴും ഒരാളോട് ഭയങ്കരമായിട്ട് ഒരു അഫിനിറ്റി ഉണ്ടാവുക, മറ്റൊരാളെ മൊത്തത്തിൽ ഒരു വെറുപ്പിൽ പൊതിയുക, പിന്നെ ഒരു റിയലൈസേഷൻ വരുമ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ ജീവിതത്തിന്റെ ഭാഗം. അങ്ങനെയാണ് സാധാരണ സെലിബ്രിറ്റീസിന് എല്ലാ ഡിവോഴ്സിലും അങ്ങനെയാണ്. പക്ഷെ ആര് ഓവർ ദി ഇയേഴ്സ് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ ആ ഒരു ബഹുമാനമുണ്ട് പരസ്പരം എന്നുള്ളത് കുട്ടിക്കും കൂടി അവെയർ ആണ് എന്നുള്ളതാണ്. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെയാണ്, അങ്ങനെ രണ്ടുപേരും ഡിസിഷൻ ആയിരുന്നു. അങ്ങനെ ഓബ്വിയസ്ലി നിർബന്ധമായിട്ടും അങ്ങനെ കോൺഷ്യസ്ലി ഒരു ഡിസിഷൻ എടുത്തത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തുടക്കം മുതലേ ഇപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് വെച്ചാൽ അങ്ങനെ സംസാരിച്ചെടുത്ത തീരുമാനമല്ല. തുടക്കം മുതലേ ഇപ്പോൾ അദ്ദേഹമാണെങ്കിലും എന്നെ പറ്റി ഒരിക്കലും, എന്നെയോ എൻ്റെ വീട്ടുകാരെ പറ്റിയോ ഒന്നും ഒരിക്കലും മോശമായിട്ട് കുഞ്ഞിനോട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടുകാരും അതെ. തിരിച്ച് ഞാനോ എൻ്റെ വീട്ടുകാരോ ഒരിക്കലും അദ്ദേഹത്തിനെയോ അദ്ദേഹത്തിന്റെ വീട്ടുകാരെയോ മോശമാക്കി കുഞ്ഞിനോട് സംസാരിച്ചിട്ടില്ല. അവൾക്ക് അറിയാവുന്ന ഇത്രേ ഉള്ളൂ, അമ്മ അച്ഛ തമ്മിൽ ഒരു കമ്പാറ്റബിലിറ്റി ഇഷ്യൂ, അവർ തമ്മിൽ ഒന്നിച്ച് ഒരു കൂരയ്ക്ക് ഉള്ളിൽ കഴിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അതൊക്കെ അവൾക്കറിയാം. അവൾ കണ്ടിട്ടുള്ള സാഹചര്യങ്ങളും എല്ലാം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അവൾ ചോദ്യം ചെയ്തിട്ടില്ല. അവൾക്കറിയാം ഇപ്പം അവളുടെ പപ്പ ഇസ് ഇൻ എ വെരി ഹാപ്പി സ്പേസ്, ബിക്കോസ് പപ്പയുടെ കല്യാണം കഴിഞ്ഞു, പപ്പയ്ക്ക് വൈഫുണ്ട്, ബേബി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് എൻ്റെ മോളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ വെരി ഭയങ്കര ഒരു ട്രാൻസ്പെറൻറ്റ് ബോണ്ടിങ് ആണ് എല്ലാവരും തമ്മിൽ. എല്ലാവരും ഹാപ്പിയാണ്, കുഞ്ഞ് ആരെയും വിഷമിച്ച് കാണുന്നില്ല, അവൾ ഇതുവരെ ഞങ്ങൾ ആരും സങ്കടപ്പെട്ട് കണ്ടിട്ടില്ല. എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും പരസ്പരം ഗിവ് ആൻഡ് ടേക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവൾക്ക് പിന്നെ അവിടെ ഒരു കൺഫ്യൂഷനോ ഒന്നും വരേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടില്ല.